والأخذ بالتجويد حتم لازم من لم يجود القرآن آثم لأنه به الإله أنزلا وهكذا منه إلينا وصلا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين. أما بعد. അൽഹംദുലില്ലാഹ്, നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ലഹ്നിനെ കുറിച്ചാണ്. പക്ഷെ അത് പഠിക്കുന്നതിന് മുന്നായി കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താണ് പഠിച്ചത്? അഹ്കാമുൽ ഇസ്തിആദ വൽ ബസ്മല. തയ്യിബ്, ഇസ്തിആദയുടെ ഹുക്ം എന്താണ്? നമ്മൾ റാജിഹ് പറഞ്ഞിട്ടില്ല അല്ല. തയ്യിബ്, നമുക്ക് ഇന്ന് റാജിഹ് പറയാം. അതായത് ഖുർആനിൽ വന്ന ആയത്ത് എന്താണ്? ഫഇദാ ഖറഅതൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതി കഴിഞ്ഞാൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നിങ്ങൾ ശൈത്താനിൽ നിന്ന് ശരണം തേടണം. തയ്യിബ്, അവിടെ അമ്രാണ്. നമ്മളെന്താ അമ്രിനെ കുറിച്ച് പഠിച്ചത്? കമാൻഡാണ്. അപ്പം തുഫീദുൽ സീഗത്തുൽ അംർ തുഫീദുൽ വുജൂബ്, അത് വാജിബിനെ അറിയിക്കും. അപ്പൊ അവിടെ വാജിബല്ല വരേണ്ടത്. അത് വാജിബ് വരാണ്ടിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണം. അപ്പം അതിന്റെ റീസൺ ഉണ്ട്. എന്താണ്? ഒന്ന് ഇജ്മാ ആണ്. ഇമാം ത്വബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ, ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞത് ഇജ്മാ ഉണ്ട്. ഒരാള് ഇസ്തിആദ പറഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? ഹദീസുൽ മുസീഇ സ്വലാത്തിഹി. ആ ഹദീസ് അറിയാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി നമസ്കരിക്കുന്ന സമയത്ത് പറഞ്ഞു, നീ നമസ്കരിച്ചിട്ടില്ല, നീ ഒന്നുകൂടി പോയി നമസ്കരിക്കും. രണ്ടാമെന്ന് പറഞ്ഞു, മൂന്നാമത് പറഞ്ഞു, അറിയില്ല. തയ്യിബ്, അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമയത്ത് ഇസ്തിആദ പറഞ്ഞിട്ടില്ല. എന്താണ് അറിയിക്കുന്നത്? അത് വാജിബല്ല എന്ന്. അപ്പൊ അതിന്റെ ഹുക്ം എന്താണ്? സുന്നത്താണ്. അപ്പൊ രണ്ട് ഖരീനാണ്. ഒന്ന് ഇജ്മാ, രണ്ടാമത്തേതാണ് ഈ ഹദീസ്. വല്ലാഹു അലം. ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ലഹ്നിനെ കുറിച്ച്. അപ്പം എന്താണ് ലഹ്ന്? الميل عن الجادة في القراءة، الميل عن الجادة في القراءة والانحراف عن الصواب فيها. മൈലിന്റെ ഭാഷാർത്ഥം സ്ലാന്റിങ്, ചെരിയുക. അപ്പം ശരിയായി ഓതുന്ന സമയത്ത് തെറ്റിലേക്ക് പോവുക. അൽ ഇൻഹിറാഫു അനി സ്വവാബ്, ശരിയിൽ നിന്ന് തെറ്റിലേക്ക് പോവുക, തെറ്റിക്കുക. അതാണ് ചുരുക്കം. ലഹ്ൻ എന്ന് വെച്ചാൽ ഖുർആനിൽ തജ്വീദിന്റെ ഉലമാക്കളുടെ ഭാഷയിൽ ലഹ്ൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഖുർആൻ തെറ്റിച്ച് ഓതുക. അത് രണ്ടെണ്ണമാണ് ഉള്ളത്. അൽ ലഹ്നുൽ ജലി വൽ ലഹ്നുൽ ഖഫി. അൽ ജലി വൽ ഖഫി. എന്താണ് ലഹ്നുൽ ജലി? ഖതഉൻ, അവർ തെറ്റാകുന്നു. യത്റഉ അലൽ അൽഫാദി, അത് ഖുർആന്റെ അൽഫാദ്, ലഫ്ദ് വെച്ച് എന്താണ്? വാക്കുകളിൽ വരും. ആ തെറ്റ് വാക്കുകളിൽ വരും. فيخل بموازين القراءة ومقاييس التلاوة وقوانين اللغة والإعراب. അതായത് നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അതിന്റെ ബാലൻസ് തെറ്റിക്കും. അത് തെറ്റിച്ചോതും. ഇഅ്റാബിൽ തെറ്റ് സംഭവിക്കും, ഭാഷാപരമായി തെറ്റ് സംഭവിക്കും. അതിനാണ് ലഹ്നുൽ ജലി എന്ന് പറയുക. ലഹ്നുൽ ജലി രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന്, അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഖുർആന്റെ അർത്ഥം മാറും. രണ്ടാമത്തെ സിറ്റുവേഷൻ തെറ്റാണ്, റസൂൽ സ്വല്ലല്ലാഹു അങ്ങനെ ഓതിയിട്ടില്ല, സഹാബാക്കൾ അങ്ങനെ ഓതിയിട്ടില്ല, പക്ഷെ അർത്ഥം മാറുന്നില്ല. രണ്ട് രീതിയിലും കുറ്റക്കാരനാണ് അങ്ങനെ ഓതിയ വ്യക്തി. മുതഅമ്മിദൻ, അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഓതിയാൽ, അൽ കുദർ ഉണ്ടായിട്ട് അറിഞ്ഞുകൊണ്ട് ഓതിയാൽ, പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല, തെറ്റിപ്പോയതാണ്. അത് എത്ര വിചാരിച്ചും ബോധ കിട്ടുന്നത്, ബോധമാണ് വന്നു പോകുന്നത്. അത് വേറെ സിറ്റുവേഷൻ. അതാണ് ലഹ്നുൽ ജലി. തയ്യിബ്, അത് ഇവിടെ പറഞ്ഞത് ഖദ് യകൂനു ഫി ബിനിയത്തിൽ കലിമത്തി വഹുറൂഫിഹ അല്ലതി തതറക്കബു മിൻഹ. അതായത് ആ കലിമത്തിന്റെ ഘടനയിൽ സംഭവിക്കുന്ന തെറ്റുകൾ. എന്താണ് ഘടന? ഹുറൂഫുകളിൽ സംഭവിക്കുന്ന തെറ്റുകൾ. നിങ്ങൾ സർഫിൽ പഠിച്ചിട്ടില്ലത്. അതാണ് എന്ത്? ലഹ്നുൽ ജലി. എങ്ങനെ? ഇപ്പൊ ഒരു ഖാരി ഒരു ഹർഫ് മാറ്റി ഓതുന്നു. ഉദാഹരണം, അഊദു, ഒരാൾ ഔസു എന്ന് പറയുന്നു. നമ്മൾ പാകിസ്ഥാനികളെ, നമ്മൾ സാധാരണ ഇന്ത്യൻസ് പാകിസ്ഥാൻ ഇവിടെ വരുന്ന നമ്മൾ സാധാരണ ഒത്തു കേൾക്കാറുണ്ട് അങ്ങനെ. അതേപോലെ തന്നെ ഇപ്പം അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു സൃഷ്ടാവ് അള്ളാഹുവാണ്. ഇപ്പൊ ഒരാള് മഅദല്ലാഹ് അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ എന്ന് പറഞ്ഞാലോ ഒരു ചെറിയ പുള്ളിന്റെ വ്യത്യാസമാണ്. ഒന്ന് ഹ, ഒന്ന് ഹ. അർത്ഥം മനസ്സിലായോ? ഹലഖ എന്ന് വെച്ചാൽ വടിക്കുക. അപ്പൊ അള്ളാഹ് എല്ലാത്തിനും വടിക്കുന്ന ആ അർത്ഥം വരും. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, ഒരു പുള്ളി മാറിപ്പോയി. ഇപ്പം ഹ ഹാനാക്കി, തെറ്റായി.
ഇപ്പം ഇവിടെ സാധാരണ എല്ലാവരും ആക്കുന്ന മിസ്റ്റേക്കാണ് ഫാത്തിഹയില്. ഒന്ന്, ഇപ്പൊ ഞാൻ ഓതുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇവിടെ എന്താണ് തെറ്റ്? ഓക്കെ, അപ്പൊ അർത്ഥം ഇയ്യാക നഅ്ബുദിന്റെ അർത്ഥം എന്താണ്? അത് അർത്ഥം വരാൻ കാരണം എന്താണ്? കാരണം നമ്മൾ മഫ്ഊലിനെ പിന്തിച്ചു പറഞ്ഞു, അല്ല മുന്തിച്ചു പറഞ്ഞു. ഇയ്യാക നഅ്ബുദു അത് ബലാഗൽ ഖസ്ർ എന്നാ പറയാ, നമ്മൾ നിന്നെ മാത്രം എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇയ്യാക നഅ്ബുദു എന്ന എന്താണെന്നറിയോ? സൂര്യന്റെ വേറെ പേരാണ് ഇയ്യാക, അതിന്റെ അർത്ഥം മാറി. ഇപ്പം വലദ്ദാല്ലീൻ, അതൊരാള് വലദ്ദാല്ലീൻ ആക്കിയാലോ അർത്ഥം മാറി. ഇമാം നവവിനെ പോലത്തെ പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നമസ്കാരം ബാത്തിലാണ്, കാരണം ഫാത്തിഹയിലാണ് തെറ്റുപറ്റിയത്. ഫാത്തിഹ നമസ്കാരത്തിന്റെ റുക്കനാണ്, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ഫാത്തിഹത്തുൽ കിതാബ്. പക്ഷെ ഇബ്നു കസീറിനെ പോലത്തെ ഉലമാക്കൾ പറഞ്ഞത് ഉദർ കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ട്? കാരണം ദാദും വാവും മഖ്റജിൽ അടുത്തടുത്താണ്. അതുകൊണ്ട് ഫാത്തിഹയിൽ പൊതുവെ ചോദ്യം പറയാറുള്ളത് ഫാത്തിഹയിൽ തെറ്റിയാൽ നിസ്കാരം ബാത്തിലാവോ ഇല്ലയോ എന്നാണ്. കാരണം ഹദീസ് ഉണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിലെ റുക്കിന്റെ ഭാഗമാണ്. റുക്കിന് നഷ്ടപ്പെട്ടാൽ നമസ്കാരം നഷ്ടപ്പെടും. അപ്പം അതാണ് ജലി. സവാ നാം എങ്ങനെ? രണ്ട് രീതിയിലാണ്. ഒന്ന്, അതിന് അർത്ഥം മാറിയാലും അർത്ഥം മാറിയിട്ടില്ലെങ്കിലും. അർത്ഥം മാറിയ എക്സാമ്പിൾ എന്താണ്? കഅൻ യഖൂൽ, ഒരാൾ പറയുന്നു തറക്ത, തറക്ത എന്ന് പറയുന്നു. ഏതായത്തില്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഇതെപ്പോഴും മരിക്കുന്ന സമയത്ത് പറയുന്നതാണ്. ലഅല്ലി, അത് തിരിച്ചു ദുനിയാവിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച അമലുകൾ ഞാൻ ചെയ്യാം. ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച. ഈ തറക്തുന് ത ഉൽ ഫാഇൽ, അതായത് ഞാൻ മുതക്കല്ലിമാണ്. തറക്തു, തറക്ത എന്ന് വെച്ചാൽ നീ ഉപേക്ഷിച്ചാൽ, അർത്ഥം മാറി. ഓക്കെ, ഇനി അർത്ഥം മാറാത്ത വേറൊരു സിറ്റുവേഷൻ, പക്ഷെ ജലിയാണ്. റസൂൽ സല്ലല്ലാഹു അങ്ങനെ ഓതിയിട്ടില്ല. എങ്ങനെ? ഇപ്പം ഒരാള് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതാണ് ആയത്ത്. ഒരാൾ ഇന്നല്ലാഹു എന്ന് പറഞ്ഞാലോ അർത്ഥം മാറുന്നില്ല, പക്ഷെ തെറ്റാണ്. രണ്ടിനും കുറ്റം കിട്ടും, ആസ്യമാണ്. മുതഅമ്മിദൻ, അറിഞ്ഞുകൊണ്ടും ചെയ്തു കഴിഞ്ഞാൽ. ഹുക്ം എന്താണ്? നമ്മൾ പറഞ്ഞത് തന്നെ, അതായത് അറിയാതെയോ ജഹലിന്റെ പുറത്തോ ഒരാൾ അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ കുറ്റക്കാരനില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ടും കുദ്റത്തായിട്ട് ഓതിക്കഴിഞ്ഞാൽ ഇത്തിഫാഖിൽ ഉലമ എന്താണ്? അവൻ കുറ്റക്കാരനാണെന്ന്. ലഹ്നുൽ ജലി. ലഹ്നുൽ ജലി എന്താണ്? ഖുർആന്റെ അർത്ഥം മാറുന്ന രീതിയിലുള്ള തെറ്റുകൾ. രണ്ട് രീതിയിലാണ് വരാറുള്ളത്. ഒന്നെന്ന് വെച്ചാൽ അതിന്റെ ഹർക്കത്തിൽ വരും. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു ഹർഫിൽ വരുന്നത്. രണ്ടാമത് ഹർക്കത്തിൽ വരുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ഹർഫായിരുന്നു, അഊദു അഊസു ഇയ്യാക, അത് പറഞ്ഞു. രണ്ടാമത്തേതാണ് ഹറക്കത്തിലുള്ളത്, അതാണ് ഈ എക്സാമ്പിൾ. തറക്ത, അർത്ഥം മാറുന്നത്, അർത്ഥം മാറാത്തത്. ഇതാണ് ലഹ്നുൽ ജലി. ഖുലാസ മനസ്സിലായില്ല? ക്ലിയർ അല്ലേ? ഇനി ലഹ്നുൽ ഖഫി. അതെന്താണ്? ഖത്ഉൻ യത്റഉ അലൽ അൽഫാദി. എന്താണ് തെറ്റ് സംഭവിക്കും ഇവിടെ? അൽഫാദില്, അക്ഷരങ്ങളില്. ഫയുഖില്ലു ബിഖവാഇദ തജ്വീദ്, തജ്വീദിന്റെ ഖവായിദുകൾ അത് കുറവ് വരുത്തിക്കും ഈ തെറ്റുകൾ. വലാകിൻ ലാ യുഖില്ലു ബിൽ ലുഗ, ലുഗപരമായിട്ട് തെറ്റൊന്നും വരുന്നില്ല. വലാ ബിൽ ഇഅറാബ്, ഇഅറാബ് പരമായി തെറ്റ് വരുന്നില്ല. വലാ ബിൽ മാന, അതിന്റെ അർത്ഥവും മാറുന്നില്ല. ലഹ്നുൽ ഖാഫി സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എന്താണ്? ഇപ്പം മയ്യഅമൽ, ഒരാൾ മയ്യഅമൽ നോതി. ഇപ്പൊ വലദ്ദാലീൻ, വലദ്ദാലീൻ മദ്ദാക്കിയിട്ടില്ല. ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ നാട്ടിലെല്ലാം എന്താ പറയാ, ഒരാൾ നല്ല ഓത്ത് എന്ന് പറയാം തജ്വീദ് അനുസരിച്ചില്ല, ഈടത്തിനനുസരിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, തെറ്റാണ്. അവിടെ നീട്ടലില്ല. അപ്പൊ നീട്ടേണ്ട സ്ഥലത്ത് നീട്ടാൻ പാടുള്ളൂ, കുറക്കുന്ന സമയത്ത് നമ്മൾ നീട്ടിൽ കുറച്ച് ഓതണം, മദ്ദില്ലാത്ത സ്ഥലത്ത്. സബബു തസ്മിയത്തിഹി, ഇതിന് എന്തുകൊണ്ടാണ് ഈ പേര് പറയാൻ കാരണം? ലിഅന്നഹു ലാ യുദ്രികുഹു ഇല്ലൽ ഖുറ. ഈ ലഹ്നുൽ ഖഫി ഖാരികൾക്ക് മാത്രമേ, ഖുറാകൾക്ക് മാത്രമേ ഇത് മനസ്സിലാവും. ലഹ്നുൽ ജലി എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഒന്നീ ഹർഫിനെ മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹറക്കത്ത് മാറ്റിയിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ടാണ് ലഹ്നുൽ ജലിന് പേര് വരാൻ തന്നെ കാരണം. കാരണം ലി ജലാലിഹി വ ദുഹൂരിഹി, അത് അത്രക്ക് വ്യക്തമാണ്.
പക്ഷെ ഖഫി പറയുന്നത് എന്താണ്? ഖഫി എന്താ വെച്ചാൽ ഒളിപ്പിക്കപ്പെട്ട കാര്യം. അത് തജ്വീദ് പഠിച്ചൊരാക്കി അവിടെ മദ് ഉണ്ടെന്നും അല്ലെങ്കിൽ അവിടെ കസ്ര ചെയ്യണം, ഇപ്പം ഇവിടെ ഗുന്ന ചെയ്യണം, ഇദ്ഹാർ ചെയ്യണം എന്ന് മനസ്സിലാവുക പഠിച്ചവർക്കാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് എങ്ങനെ വരാൻ കാരണം, ഖഫി എന്നും ജലി എന്നും. ഇനിയുള്ളത് മറാത്തിബു തിലാവത്തി വൽ ഖിറാഅ. തിലാവത്തിന്റെ ലെവലുകൾ, എന്തെല്ലാം ലെവൽസ് ആണ് ഉള്ളത്, ഓതേണ്ട രീതികൾ. ആദ്യത്തേത് അത്തഹ്ഖീഖ്, രണ്ടാമത്തേത് അൽ ഹജർ, മൂന്നാമത്തേത് അത്തദ്വീർ. ഈ 3 ലെവലാണ് ഉള്ളത്. എന്താണ് തഹ്ഖീഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ ഇത്യാനു ബിൽ ഖിറാഅത്തി മുഹഖഖതൻ ഫി അഅല ദറജാത്തിൽ ഇത്ഖാനി വത്തഅന്നി. എന്താണ് നമ്മൾ ഖിറാഅത്ത്, നമ്മൾ ഖുർആനത്ത് കൊണ്ടുവരലാണ് മുഹഖഖനായിട്ട്. എന്താണ് മുഹഖഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫി അഅല ദറജാത്തിൽ ഇത്ഖാൻ. ഇത്ഖാൻ എന്ന് വെച്ചാൽ പെർഫെക്റ്റ്, ഏറ്റവും ഹയസ്റ്റ് ലെവൽ പെർഫെക്ഷൻ ആയിട്ട്. മദ് കൊടുക്കുന്ന മദ് കൊടുത്തു, നിൽക്കുന്ന സ്ഥലത്ത് നിർത്തി എല്ലാവരും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഓതുക. വത്തഅന്നി, പതുക്കെ ഓതുക. അതാണ് അത്തഹ്ഖീഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതാണ് അത്തഹ്ഖീഖ്. ഇനി അൽ ഹദർ എന്താണ്? ഇദ്റാജുൽ ഖിറാഅത്തി വസുർഅതുഹാ മഅ മുറാഅത്തിൽ അഹ്കാം. സ്പീഡിൽ ഓതലാണ്, പക്ഷെ എങ്ങനെ? അങ്ങോട്ട് പരസ്പരം വാക്കുകൾ മിക്സ് ആവാൻ പാടില്ല, തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. എങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒരു സ്പീഡ് ഓതുക. പൊതുവെ തറാവീഹിലെല്ലാം ഈ ഒരു സ്പീഡിലാണ് ചില പള്ളി നമ്മൾ ഓതുക കാണാറുള്ളത്, കാരണം അവർക്ക് ഖത്മല തീർക്കാൻ വേണ്ടി. മൂന്നാമത്തേത് അത്തദ്വീർ. അതെന്താണ്? അത്തവസ്സുത്ത് ബൈനൽ ഹദ്രി വത്തഹ്ഖീഖ് മഅൽ മുഹാഫദതി അലാ ഖവാഇദ് അത്തജ്വീദ് വമുറാഅതിഹ. എന്താണ്? തഹ്ഖീഖും ഹദറിന്റെയും ഒരു നടുക്കത്തൊരു മുത്തവസ്സിത്തായിട്ട് നോക്കാം. മുത്തവസ്സിത്ത് ഒരു മീഡിയം ലെവൽ, അതായത് തഹ്ഖീഖ് വളരെ സ്ലോ, ഹദർ നല്ല സ്പീഡ്, അതിൻ്റെ ഒരു നടുക്ക ലെവലായിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഓക്കെ, ഇതാണ് 3 ലെവൽ. ഒരു നോട്ട് എന്താണ്? بعض علماء التجويد يدرجون في هذه المراتب مرتبة الترتيب. അതായത് ഈ തർത്തീബ്, ഈ മറാത്തിബിന്റെ കൂടെ തർത്തീബ് എന്ന് പറയുന്ന മറാത്തിബ് ആഡ് ചെയ്യുന്നുണ്ട്. سواء اعتبرها بعضهم المرتبة الرابعة أو استبدل التحقيق بها. എങ്ങനെ? ചില ആൾക്കാർ പറഞ്ഞു 4ാമത്തെ ഒരു ലെവലാണ് അത്തർത്തീബ്, ചില ആൾക്കാർ 4ാമത്തെ തർത്തീബല്ല, പക്ഷെ തഹ്ഖീഖിന്റെ പകരമായിട്ട് വേറൊരു പേരായിട്ട്. ولكن الأولى എന്താണ്? عدم إدراجها في المراتب. എന്താണ്? ഈ 4ാമത്തെ തർത്തീബായിട്ട് കൊണ്ടുവരുത്താണ് നല്ലത്. 4ാമത്തെ തർത്തീബ് അല്ലെങ്കിൽ തഹ്ഖീഖിന്റെ വേറെ പേരായിട്ട് കൊണ്ടുവരുത്താണ് നല്ലത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നല്ലത്? لأن الترتيل هو محض القراءة. തർത്തീൽ വെച്ച് എന്താണ്? ഖിറാഅത്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തർത്തീലിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസീമാണ് ചോദിച്ചത്, ഓർമ്മയുണ്ടോ? എന്താണ് തർത്തീൽ? ആർക്കും ഓർമ്മയുള്ളത്? അലി റബ്ബാവിന്റെ നമ്മൾ അസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാജിഉ 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 തജ്വീദുൽ ഹുറൂഫി വ മഅരിഫത്തുൽ വുഖൂഫ്. ഹർഫുകൾ തജ്വീദോടെ ഓതലും വുഖൂഫുകൾ മനസ്സിലാക്കലാണ്. അതാണ് തജ്വീദ്, അതാണ് തർത്തീൽ. ഇത് 3ലും നമ്മൾ തർത്തീലായിട്ടാണ് ഓതേണ്ടത്. അപ്പം ഒരാളെ തഹ്ഖീഖായിട്ട് ഓതിയാലും ഹദറായിട്ട് ഓതിയാലും തദ്വീറായിട്ട് ഓതിയാലും തർത്തീലാണ് ഓത്ത്. ആ അഭിപ്രായമാണ് അല്ലാഹു അലം ശരിയായ അഭിപ്രായം. طيب, നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഇലാഹുന ബാറക്കല്ലാഹു ഫീക്കും സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.